നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്ന് മികച്ചൊരു പോരാട്ടമാണ്. അതായത് പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്തും നിൽക്കുന്ന 2 ടീമുകൾ തമ്മിൽ കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഹൈദരാബാദിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും 2 ടീമുകളും വിജയത്തോടു കൂടി വരുന്നത് കൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങും. നല്ല പോരാട്ടം പ്രതീക്ഷിക്കണം. SRHൻ്റെ കഴിഞ്ഞ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു. ഇഷാൻ കിഷൻ അന്ന് പറഞ്ഞിരുന്നത്, ടോസിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നത് ദിൽഷൻ മധുഷാങ്ക അവരുടെ പ്ലെയിങ് 12ൻ്റെ ഭാഗമായിരിക്കും എന്നാണ്. പക്ഷേ അദ്ദേഹം ഫീൽഡ് ചെയ്തില്ല. ടീം ലിയാം ലിവിങ്സ്റ്റനെ ബാറ്റിംഗ് ഇന്നിങ്സിൻ്റെ പകുതിക്ക് വെച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഫൈനൽ ഓവർസീസ് സ്പോട്ട് ആരായിരിക്കും, ഈ 2 താരങ്ങളിൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. എന്നൊഴികെ മറ്റുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ സ്ക്വാഡിൽ പ്രതീക്ഷിക്കുന്നില്ല. പാറ്റ് കമിൻസ് അൺഅവൈലബിൾ തന്നെയാണ്. സോ അധികം വൈകാതെ അദ്ദേഹം സ്ക്വാഡിലേക്ക് എത്തിയേക്കും. ഏപ്രിൽ 25-ന് രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള കളിക്ക് അദ്ദേഹം എത്തിയേക്കുമെന്ന് ടെൻഡേറ്റീവ്ലി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി കണ്ടറിയണം. അതുപോലെ തന്നെ ജെറാഡ് കോട്സി സ്ക്വാഡിലേക്ക് വരുന്നു. അതായത് ഡേവിഡ് പൈന് സ്ക്വാഡിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. പകരം ജെറാൾഡ് കോട്സി സ്ക്വാഡിലേക്ക് വരുന്നു. പക്ഷേ അദ്ദേഹം ഈ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ സ്ക്വാഡ് പ്രോബിൾ 12 നമ്മൾ നോക്കിയാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് വെടിക്കെട്ട് തുടക്കം, പിന്നാലെ ഇഷാൻ കിഷൻ എന്ന ക്യാപ്റ്റൻ്റെ ബാറ്റിംഗ്, അതിനുശേഷം അനികേത് വർമ്മ, ഹെൻറി ക്ലാസനൊക്കെ പിന്നെ ഫോമിലാണ്. ദെൻ നിതീഷ് കുമാർ റെഡ്ഡി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 7-ൽ സിൽ അറോറയെ പ്രതീക്ഷിക്കുന്നു. ദെൻ ലിയാം ലിവിങ്സ്റ്റണോ ദിൽഷൻ മധുഷാങ്കയോ ആയിരിക്കും. ദെൻ ശിവാങ് കുമാർ, ഇസ്ഹാൻ മലിംഗ, പിന്നെ പ്രഫുൽ ഹിഞ്ചെ, സാക്കിബ് ഹുസൈൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ 12. മറുഭാഗത്ത് അക്സർ പട്ടേൽ DC-യുടെ ലാസ്റ്റ് ഔട്ടിങ്ങിൽ പരിക്ക് കാരണം റിട്ടയർഡ് ഹേർട്ടായിരുന്നു. അദ്ദേഹത്തിന് മസിൽ ക്രാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഹെഡ് കോച്ച് യമങ് ബദാനി പറയുന്നത് അദ്ദേഹം ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റാണ് എന്ന് തന്നെയാണ്. ദെൻ DC-യുടെ നമ്പർ 3-ൽ ആര് ബാറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഇനിയും സംശയങ്ങളുണ്ട്. കരുൺ നായരോ അശുതോഷ് ശർമ്മയോ എന്നുള്ളത് കണ്ടറിയണം. ദെൻ DC-ക്ക് പ്രതീക്ഷോ, അതുപോലെ തന്നെ റാണ, അഭിഷേക് പോറൽ, ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ബാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം ഒരു പക്ഷേ സ്ക്വാഡിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. DC അങ്ങനെ മാറ്റം വരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ. അപ്പോൾ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നർത്ഥം. അവരുടെ ഒരു സ്ക്വാഡ് പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ പത്തുൻ നിസാങ്ക, KL രാഹുൽ, ദെൻ സമീർ റിസ്വി തുടരുമ്പോൾ അവിടെ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാത്തിരുന്ന് കാണണം. ദെൻ നമ്പർ 4-ൽ അക്സർ പട്ടേൽ, നമ്പർ 5 ഡേവിഡ് മില്ലർ, ദെൻ ട്രിസ്റ്റൻ സ്റ്റബ്സ്, ആ 2 പേരും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. ദെൻ കരുൺ നായർ ഒരു അശുതോഷ് ശർമ്മ. അത് കരുൺ നായർ വരികയാണെങ്കിൽ അദ്ദേഹം നമ്പർ 3-ലുണ്ടായിരിക്കും. അല്ലെങ്കിൽ അശുതോഷ് ശർമ്മയാണെങ്കിൽ നമ്പർ 7-ൽ കളിക്കും. ദെൻ ഔക്കിബ് നബി, ലുങ്കി എങ്കീഡി, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, ടി നട്രാജൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ 12. എന്തായാലും മികച്ച രൂപത്തിലൊരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൺ ഒഴുകും എന്ന് തന്നെ കരുതുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.